ബീച്ച് സൈഡിലൊക്കെ കിട്ടുന്ന ആ ഒരു കാടമുട്ട ഫ്രൈ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് മൊരിച്ചെടുത്ത ആ ഒരു കാടമുട്ട ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് കാടമുട്ട വാങ്ങിയിട്ടുണ്ട്. ഇതിൽ 10 എണ്ണമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മുട്ട വേവിക്കുന്നതിന് മുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുക്കുക. പിന്നെ ഒരു ചീനിച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കരുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാലയാണ് കേട്ടോ. ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മസാല മാത്രം മതി കേട്ടോ. ഓവറായിട്ട് മസാല ഇട്ടാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇത്രയും തന്നെ മതിയാവും. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് നല്ലൊരു മൂത്ത മണം വരും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. മൂത്ത മണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് തൊണ്ട് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കാടമുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ജസ്റ്റ് ആ മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കോട്ടായി കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് നേരം ഇട്ടിട്ട് പുറം ഇങ്ങനെ വല്ലാണ്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പുറമെ ഭയങ്കര ഹാർഡായി പോട്ടോ. അത്രയൊന്നും വേണ്ട. നമ്മൾ ആ പുറമെ അത് ജസ്റ്റ് ഒന്ന് കോട്ടായി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടില്ലേ, നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്ത് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ആ പുറത്ത് ആ മുളക് പൊടിയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഒരൊറ്റ വായിക്കേ ഉള്ളൂ ഒരെണ്ണം കേട്ടോ. പക്ഷെ കഴിക്കാനായിട്ട് എന്താ പറയുക, തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ തോന്നില്ല. ഈ 10ലൊന്നും അത് ഒതുങ്ങില്ല എന്ന് മാത്രം. ഞാൻ എന്തായാലും ഒറ്റ ഇരിപ്പിലിരുന്നിട്ട് ഇത് മുഴുവൻ കഴിച്ച് തീർത്തു കേട്ടോ. നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.